ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അൺലിമിറ്റഡ് കോഴ്സ്. ഇന്നത്തെ വീഡിയോ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് ടോപ്പിക് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ബേസിക്കലി ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിരിക്കും നമ്മൾ ഒരു പ്രോഗ്രാം എഴുതുന്നത്. പ്രോഗ്രാമിൻ്റെ ചില ഭാഗങ്ങളിൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സിക്യൂഷൻ ആവശ്യം ആയി വരില്ല. അതായത് ചില കൺട്രോൾസ് നമുക്ക് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് സെലക്ട് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യാനായിരിക്കും. ചിലപ്പോൾ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് സ്കിപ്പ് ചെയ്യാനായിരിക്കും. അതും അല്ലെങ്കിൽ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നിൽ കൂടുതൽ തവണ എക്സിക്യൂട്ട് ചെയ്യാനായിരിക്കും. ഇതൊക്കെ പോസിബിൾ ആവണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെയാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്. ഡിസിഷൻ മേക്കിംഗ് ഓർ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്, രണ്ടാമത്തേത് ഇറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും എന്നും കൂടി പറയാം. അപ്പോൾ എന്താണ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് നോക്കാം. C++ രണ്ട് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈഫ് പിന്നെ സ്വിച്ച്. ഇതുകൊണ്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ചില സ്റ്റേറ്റ്മെൻറ്റ്സ് സെലക്ട് ചെയ്യാൻ പറ്റും ബേസ്ഡ് ഓൺ സം കണ്ടീഷൻ. അത് കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചില സ്റ്റേറ്റ്മെൻറ്റ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, ഈഫും സ്വിച്ചും. ഈഫ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സിമ്പിൾ ഈഫ് എൽസ് ആൻഡ് എൽസ് ഈഫ് ലാഡർ. ഈ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ വർക്കിംഗ് പ്രോഗ്രാംസിലൂടെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ടെക്സ്റ്റിൽ. അപ്പോൾ ആദ്യത്തെ പ്രോഗ്രാം എന്നുള്ളത് നമുക്ക് 3 C മാർക്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ബെസ്റ്റ് C മാർക്ക് സെലക്ട് ചെയ്യാനാണ്. ആ പ്രോഗ്രാം നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു, ഹാഷ് ഇൻക്ലൂഡ് IOStream യൂസിങ് നെയിം സ്പേസ് STD ദെൻ ഇൻറ്റു മെയിൻ. ഇതൊരു ബേസിക്കായിട്ട് എല്ലാ പ്രോഗ്രാമിലും ഉണ്ടാകുന്നതാണ്, അതുകൊണ്ട് അത് മാറ്റി വെക്കാം. എന്നിട്ട് മെയിൻ പ്രോഗ്രാമിനകത്ത് നോക്കിയാൽ ഷോർട്ട് ഇൻറ്റ് CE1 CE2 CE3 ആൻഡ് ഫൈനൽ C, അങ്ങനെ 4 വേരിയബിൾസ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഷോർട്ട് ഇൻറ്റ് ആണ്. ഇനി COUT എൻ്റർ 3 CE സ്കോഴ്സ്, അതായത് ആവശ്യപ്പെടാവുന്ന 3 CE സ്കോഴ്സ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിനെ ഇൻപുട്ട് ചെയ്യും, CIN CE1 CE2 CE3. നെക്സ്റ്റ് നമുക്ക് കാണാം ഈഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതിൽ ചെക്ക് ചെയ്യുന്നത് CE1ഉം CE2നെയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈഫ് CE1 ഗ്രേറ്റർ ദാൻ CE2 എന്ത് ചെയ്യണം? ഫൈനൽ CE ഈസ് ഈക്വൽ ടു CE1. നമ്മളുടെ പ്രോബ്ലം എന്താ? നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഏറ്റവും വലിയ CE മാർക്കാണ്. അപ്പോൾ 2 മാർക്സിനെ നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നുണ്ട്. CE1 CE2നേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മുടെ ഫൈനൽ CEനെ എന്ത് ചെയ്യും? CE1ആയി സെറ്റ് ചെയ്യും. അതല്ല, അതായത് CE1 CE2നേക്കാളും ചെറുതാണ് എന്നുണ്ടെങ്കിൽ ഏതായിരിക്കും വലിയ മാർക്ക്? CE2 ആയിരിക്കും. അതുകൊണ്ട് ഫൈനൽ CEനെ നമ്മൾ CE2 ആയി സെറ്റ് ചെയ്യും. നമ്മളിപ്പോൾ കമ്പയർ ചെയ്തത് CE1ഉം CE2 ആണ്. ഇനി അത് കഴിഞ്ഞ് ഉള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് കാണാം. CE3 ഗ്രേറ്റർ ദാൻ ഫൈനൽ CE ആണെങ്കിൽ ഫൈനൽ CE ഈസ് ഈക്വൽ ടു CE3. അതായത് ഈ 3 CE മാർക്സിലും ഏതാണോ ഏറ്റവും വലിയത് അതിനെ ഫൈനൽ CE ആയി സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവസാനം COUT ഫൈനൽ CE സ്കോർ ഈസ് ഈക്വൽ ടു, എന്നിട്ട് ഫൈനൽ CE പ്രിൻ്റ് ചെയ്യും. ഇതാണ് പ്രോഗ്രാം. അപ്പോൾ ഇതിൽ നമ്മൾ CE1 C2 C3ക്ക് വാല്യൂ കൊടുത്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് നോക്കാം. അപ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. ഞാൻ പ്രോഗ്രാമിലെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതാണിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് ഇഫ് CE1 ഗ്രേറ്റർ ദാൻ CE2 ഫൈനൽ C ഈസ് ഈക്വൽ ടു CE1 എൽസ് ഫൈനൽ C ഈസ് ഈക്വൽ ടു CE2 ഇഫ് CE3 ഗ്രേറ്റർ ദാൻ ഫൈനൽ CE ഈസ് ഈക്വൽ ടു CE3. ഇനി നമുക്ക് CE1 CE2 CE3ക്ക് വാല്യൂ കൊടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് CE1 ഈക്വൽ ടു 19, CE2 ഈക്വൽ ടു 18 ആൻഡ് CE3 ഈക്വൽ ടു 20. എന്നിട്ട് കണ്ടീഷനിൽ പോവുകയാണെങ്കിൽ ഇഫ് 19 ഗ്രേറ്റർ ദാൻ 18, അതായത് ഫസ്റ്റ് കണ്ടീഷൻ ആയിരുന്നു ഇഫ് CE1 ഗ്രേറ്റർ ദാൻ CE2. അപ്പോൾ ഇഫ് 19 ഗ്രേറ്റർ ദാൻ 18, അപ്പോൾ ശരിയാണല്ലോ, 19 18നേക്കാളും വലുതാണ്. അതുകൊണ്ട് കണ്ടീഷൻ ട്രൂ ആയി. അതുകൊണ്ട് കണ്ടീഷനിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഫൈനൽ CE
ഈക്വൽ ടു 19 എന്ന് സെറ്റ് ചെയ്യും. അപ്പോൾ എൽസ് പാർട്ട് എന്താവും? ഈഫ് എന്നുള്ള കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യില്ല. 19 ഗ്രേറ്റർ ദാൻ 18 ട്രൂ ആയി കഴിഞ്ഞു. അപ്പോൾ ഫൈനൽ സി 19 ആയി സെറ്റ് കഴിഞ്ഞ് ചെയ്തു. ഇനി എൽസ് പാർട്ടിൻ്റെ ആവശ്യമില്ല. അടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ് ഈഫ് 20 ഗ്രേറ്റർ ദാൻ 19, അതായത് CE 3 ഗ്രേറ്റർ ദാൻ ഫൈനൽ CE. ശരിയാണല്ലോ, 20 ഗ്രേറ്റർ ദാൻ 19 ട്രൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ അകത്തെ സ്റ്റേറ്റ്മെൻറ്റായ ഫൈനൽ CE ഈസ് ഈക്വൽ ടു CE 3 എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ നമുക്ക് CE 3 എന്താ? 20. അപ്പോൾ അവസാനം നമുക്ക് കിട്ടുന്നത് ഫൈനൽ CE ഈസ് ഈക്വൽ ടു 20 എന്നുള്ള വാല്യൂ ആണ്. അടുത്ത പ്രോഗ്രാം എൽസീഫ് ലാഡറിന് ഒരു എക്സാമ്പിളാണ്. ടു ചെക്ക് വെദർ ദി ക്യാരക്ടർ ഈസ് അപ്പർ കേസ് ലെറ്റർ, ലോവർ കേസ് ലെറ്റർ, ഡിജിറ്റ് ഓർ അതർ ക്യാരക്ടേഴ്സ്. അതായത് നമ്മൾ നൽകുന്ന ക്യാരക്ടർ അപ്പർ കേസ് ആണോ, ലോവർ കേസ് ആണോ, ഡിജിറ്റ് ആണോ, അല്ലെങ്കിൽ വേറെ ക്യാരക്ടേഴ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. മെയിൻ്റെ അകത്ത് ക്യാർ CH എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഡേറ്റ ടൈപ്പ് ക്യാർ ആണ് ആൻഡ് വേരിയബിൾ CH ആണ്. സി ഔട്ട് എൻ്റർ എ ക്യാരക്ടർ, ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്യാൻ പറയുന്നു. അപ്പോൾ നമ്മളൊരു ക്യാരക്ടർ എൻ്റർ ചെയ്യണം. അപ്പോൾ എന്ത് ചെക്ക് ചെയ്യും? ഇഫ് CH ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ A, വിത്തിൻ കോഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, ക്യാപിറ്റൽ A, ആൻഡ് CH ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ Z. അതായത് ക്യാപിറ്റൽ എൻ്റെയും ക്യാപിറ്റൽ സെഡിൻ്റെയും ഇടയിലുള്ള ഒരു ക്യാരക്ടറാണ് നമ്മൾ നൽകിയിട്ടുണ്ടെങ്കിൽ സി ഔട്ട് അപ്പർ കേസ് ലെറ്റർ എന്ത് ചെയ്യണം? അപ്പർ കേസ് ലെറ്റർ എന്ന് പ്രിൻ്റ് ചെയ്യണം. എൽസീഫ് അതല്ല, CH ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ a ആൻഡ് CH ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ z. നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടർ സ്മോൾ എയും സ്മോൾ സെഡിനും ഇടയിലാണ് വരുന്നതെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യണം? സി ഔട്ട് ലോവർ കേസ് ലെറ്റർ എന്ന് പ്രിൻ്റ് ചെയ്യണം. അതും അല്ല, എൽസ് ഈഫ് CH ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് CH ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. അതായത് 0ൻ്റെയും 9ൻ്റെയും ഇടയിൽ വരുന്ന ഡിജിറ്റാണ് നമ്മൾ നൽകുന്നതെങ്കിൽ സി ഔട്ട് ഡിജിറ്റ്, അതായത് ഡിജിറ്റ് എന്ന് പ്രിൻ്റ് ചെയ്യണം. ഇനി ഇതൊന്നുമല്ല, ക്യാപിറ്റൽ ലെറ്റർ അല്ല, ലോവർ ലെറ്റർ അല്ല, ഡിജിറ്റും അല്ല എങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യണം? എൽസ്, അവസാനം എൽസ് അതർ ക്യാരക്ടർ. അതായത് നമ്മൾ കുറച്ച് കണ്ടീഷൻസ് നമ്മൾ ഈഫ്, എൽസീഫ് ആൻഡ് എൽസ്, ഇത്രയാണ് നമ്മൾ ആ കണ്ടീഷൻസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ലാഡർ പോലെ, സ്റ്റെയർ കേസ് പോലെ അങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ കണ്ടീഷൻ എപ്പോഴാണോ ട്രൂ ആവുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. സപ്പോസ് നമ്മൾ നൽകുന്നത് ക്യാപിറ്റൽ D ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇഫ് CH ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ A ആൻഡ് CH ഗ്രേറ്റർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ Z എന്നുള്ള കണ്ടീഷൻ ട്രൂ ആയി മാറും. അപ്പോൾ സി ഔട്ട് അപ്പർ കേസ് ലെറ്റർ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഇനി അതല്ല, നമ്മൾ സ്മോൾ ലെറ്ററാണ് നൽകുന്നതെങ്കിൽ എൽസീഫ് CH ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു A സ്മോൾ a ആൻഡ് CH ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ z എന്നുള്ള കണ്ടീഷനായിരിക്കും ട്രൂ ആവുക. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ നൽകുന്ന കണ്ടീഷനിൽ ഏത് കണ്ടീഷനാണോ ട്രൂ ആയി വരുന്നത് അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്, ബാക്കിയൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. നെക്സ്റ്റ് പ്രോഗ്രാം സ്വിച്ച് പ്രോഗ്രാമാണ്. ഇത് എൽസീഫ് ലാഡർ പോലെ തന്നെയാണ്, പക്ഷേ ഇതിൽ നമ്മളൊരു ഇൻപുട്ട് നൽകി അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. പ്രോഗ്രാമിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നോക്കാം, ക്യാർ CH, അതായത് ഒരു വേരിയബിളാണ് CH എന്നുള്ളത്. ഇനി സി ഔട്ട് എൻ്റർ A, B, C ഓർ D. നമ്മളോട് ആവശ്യപ്പെടാണ് A, B, C അല്ലെങ്കിൽ D, ഇതിൽ 4 ഏതെങ്കിലും ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്യാം. 4 എൻ്റർ ചെയ്യാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്യാൻ. എന്നിട്ട് ആ ക്യാരക്ടർ റീഡ് ചെയ്യും. സ്വിച്ച് CH, അതിൻ്റെ ഫോർമാറ്റാണ് സ്വിച്ചിൻ്റെ. സ്വിച്ച് ബ്രാക്കറ്റിൽ CH ആ വേരിയബിൾ. ദെൻ അകത്ത് ബ്രേസസിനകത്ത് നമുക്ക് 4 കണ്ടീഷൻസാണ്, അതായത് 4 ഇൻപുട്ടിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ടാണ് നൽകാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 4 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റത്തെ കണ്ടീഷൻ കേസ് A, ഇത് അതിൻ്റെ ഫോർമാറ്റാണ്. കേസ് സ്പേസ് A എന്നുള്ളത് ക്യാരക്ടറാണ്, അതുകൊണ്ടാണ് കോഡ്സിനകത്ത് നൽകിയിരിക്കുന്നത്. കേസ് A, സി ഔട്ട് അബാക്കസ് ബ്രേക്ക്, ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമ്മൾ എൻ്റർ ചെയ്യുന്നത് സ്മോൾ a ആണെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്യണം? അബാക്കസ് എന്ന് പ്രിൻ്റ് ചെയ്യണം. എന്നിട്ട് ബ്രേക്ക് അവിടെ നിർത്തുക.
അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് പോകേണ്ട ആവശ്യമില്ല, നിർത്താം. നെക്സ്റ്റ് കേസ് ബി, സി ഔട്ട് ബൈനറി. ഇനി അതല്ല നമ്മൾ ബി ആണ് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈനറി എന്ന് പ്രിൻ്റ് ചെയ്യണം, എന്നിട്ട് ബ്രേക്ക് അവിടെ നിർത്താം. ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് കേസ് 3, അതായത് കേസ് സി ഔട്ട് കമ്പ്യൂട്ടർ. സി ആണെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പ്രിൻ്റ് ചെയ്യുക, ബ്രേക്ക്. ഡി ആണെങ്കിൽ ഡീബഗ്ഗിംഗ് എന്ന് പ്രിൻ്റ് ചെയ്യുക, ബ്രേക്ക്. ഇനി അതൊന്നല്ല, നമ്മൾ ഇ ആണ് നൽകിയെന്ന് വിചാരിക്കുക, ഈ ABCDയിലൊന്നും പെടാത്ത വേറൊരു ക്യാരക്ടറാണ് നൽകിയാൽ ഡിഫോൾട്ടായിട്ട് എന്ത് പ്രിൻ്റ് ചെയ്യണം? സി ഔട്ട് ഇൻവാലിഡ് ഇൻപുട്ട് എന്ന്. എന്നിട്ട് ആ സ്വിച്ച് എന്നുള്ള ഇത് ബ്രേസസ് ക്ലോസ് ചെയ്യുക, റിട്ടേൺ 0, ക്ലോസ് ദി പ്രോഗ്രാം. ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ മോണിറ്ററിൽ വരിക എൻ്റർ ABC ഓർ D എന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്യണം. സപ്പോസ് ഞാൻ C ആണ് എൻ്റർ ചെയ്തിരിക്കുക എന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ ഔട്ട്പുട്ട് എന്താ വരിക എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ എന്നായിരിക്കും, വേറൊന്നും വരില്ല, കമ്പ്യൂട്ടർ. അടുത്ത ടോപ്പിക്ക് കണ്ടീഷണൽ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ടെർണറി ഓപ്പറേറ്റർ. ഇത് ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയാൻ കാരണം 3 ഓപ്പറൻസ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഒരു ഓപ്പറൻ്റ് ആണെങ്കിൽ അതിനെ യൂണറി എന്ന് പറയും, 2 ഓപ്പറൻസ് ആണെങ്കിൽ അതിനെ ബൈനറി എന്ന് പറയും, അതുപോലെ 3 ഓപ്പറൻസ് ആണെങ്കിൽ അതിനെ ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയും. അപ്പോൾ ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സിന് തുല്യമാണ്. അതായത് നമ്മൾ ഈഫ് എൽസ് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരു ലൈനിൽ ജസ്റ്റ് കണ്ടീഷണൽ ഓപ്പറേറ്റർ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കാം, ആദ്യത്തെ പ്രോഗ്രാം ആയിരുന്നു ഫൈനൽ സി, അതായത് ഫൈനൽ സി കണ്ടുപിടിക്കേണ്ടത്. സപ്പോസ് നമുക്ക് 2 C മാർക്സ് എന്നാണ് കണ്ടുപിടിക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ടെർണറി ഓപ്പറേറ്റർ ഇങ്ങനെ എഴുതാം. ഫൈനൽ സി ഈസ് ഈക്വൽ ടു CE1 ഗ്രേറ്റർ ദാൻ CE2 ക്വസ്റ്റ്യൻ മാർക്ക് CE1 കോളൻ CE2 സെമിക്കോളൻ. അതായത് ചെക്ക് ചെയ്യാണ് CE1 ഗ്രേറ്റർ ദാൻ CE2 ആണോ, ഇതൊരു കണ്ടീഷനാണ്. ട്രൂ ഓർ ഫാൾസ്. ട്രൂ ആണെങ്കിൽ എന്ത് എക്സിക്യൂട്ട് ചെയ്യണം? CE1 എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യണം. അല്ല, ഫാൾസ് ആണെങ്കിൽ CE2 എക്സിക്യൂട്ട് ചെയ്യണം. അതായത് CE1 ഗ്രേറ്റർ ദാൻ CE2 ആണെങ്കിൽ CE1 എക്സിക്യൂട്ട് ചെയ്യുക. അല്ലാതെ തെറ്റാണ്, CE1 CE2നേക്കാളും കുറവാണ് എങ്കിൽ എന്ത് എക്സിക്യൂട്ട് ചെയ്യണം? CE2 എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യണം. നമുക്കുണ്ടായിരുന്നത് 3 മാർക്സാണ്, CE1, CE2 ആൻഡ് CE3. അത് നമുക്ക് ടെർണറി ഓപ്പറേറ്റർ ഉപയോഗിച്ച് ആ പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? മോർ ദാൻ 1 ടെർണറി ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. അതായത് ചെക്ക് ചെയ്യും, CE1 ഗ്രേറ്റർ ദാൻ CE2 ആണോ, ട്രൂ ഓർ ഫാൾസ് എന്നുള്ള കണ്ടീഷനാണ് അവിടെ വരിക. ട്രൂ ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സെക്ഷൻ, അതായത് CE1 ഗ്രേറ്റർ ദാൻ CE3 ക്വസ്റ്റ്യൻ മാർക്ക് CE1 കോളൻ CE3 എന്നുള്ള പാർട്ട് ചെക്ക് ചെയ്യും. ഇനി അതല്ല, CE1 ഗ്രേറ്റർ ദാൻ CE2 ഫാൾസ് ആണെങ്കിൽ അതിന് ശേഷമുള്ള ഫാൾസ് പാർട്ട് അത് ചെക്ക് ചെയ്യും. ഇനി ട്രൂ ആണെന്ന് വിചാരിക്കാം, ഫസ്റ്റ് പാർട്ട് നോക്കാം. CE1 ഗ്രേറ്റർ ദാൻ CE3 ആണോ എന്ന് ചെക്ക് ചെയ്യും. അതിൽ ട്രൂ ആണെങ്കിൽ CE1 ആയിരിക്കും റിസൾട്ട്, അല്ല ഫാൾസ് ആണെങ്കിൽ CE3 ആയിരിക്കും റിസൾട്ട്. ഇനി ഫസ്റ്റത്തെ കണ്ടീഷൻ ഫാൾസ് ആയിരുന്നു, അതായത് CE1 ഗ്രേറ്റർ ദാൻ CE2 ഫാൾസ് ആണെങ്കിൽ ലാസ്റ്റത്തെ സെക്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അതായത് CE2 ഗ്രേറ്റർ ദാൻ CE3 ആണെന്ന് ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ CE2 ആയിരിക്കും റിസൾട്ട്, ഫാൾസ് ആണെങ്കിൽ CE3 ആയിരിക്കും റിസൾട്ട്. അടുത്ത സെക്ഷൻ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. C++ 3 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വൈൽ, ഫോർ ആൻഡ് ഡു വൈൽ. ഈ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിലെ 4 മേജർ കമ്പോണൻസ് ആണ് ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, ടെക്സ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് എക്സ്പ്രഷൻ ആൻഡ് ലൂപ്പ് ബോഡി. ഈ ലൂപ്പ് ബോഡീൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആ കണ്ടീഷൻ അനുസരിച്ചിട്ട് റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതായത് ആ ടെക്സ്റ്റ് എക്സ്പ്രഷൻ, അതായത് കണ്ടീഷൻ ടെക്സ്റ്റ് എക്സ്പ്രഷൻ എവിടം വരെ ട്രൂ ആണോ അതുവരെ ആ ലൂപ്പിംഗ് ബോഡീനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ടെക്സ്റ്റ് എക്സ്പ്രഷൻ, അതായത് ആ കണ്ടീഷനിൽ യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിളിനെ പറയുന്നത് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്നാണ്. അതിന് ഇനീഷ്യലി ഒരു വാല്യൂ കൊടുക്കണം, അത് കൊടുക്കുന്നത് ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ ആണ്. ഇനി അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്
അപ്ഡേറ്റ് എക്സ്പ്രഷൻ വെച്ചാണ്. ഈ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് വൈൽ, ഫോർ ആൻഡ് ഡു വൈൽ, ഇത് മൂന്നിന് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എൻട്രി കൺട്രോൾഡ് ആൻഡ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്സ്. എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ആ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ടെക്സ്റ്റ് എക്സ്പ്രഷൻ, അതായത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, ട്രൂ ആയിരിക്കണം. എൻട്രി കൺട്രോൾ ചെയ്യുകയാണ് അവിടെ. അതായത് അതിനകത്തേക്ക് എൻട്രി കിട്ടണമെങ്കിൽ ആ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയിരിക്കണം. അതിൽ പെടുന്നതാണ് വൈലും ഫോർ ലൂപ്പും. ഡു വൈൽ ലൂപ്പിൽ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. അതായത് ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യില്ല. ആ ലൂപ്പ് ബോഡി ഒരിക്കൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ വരുന്നത്. എന്നിട്ട് അത് ടെസ്റ്റ് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് എക്സിക്യൂഷൻ പോസിബിൾ ആവും. അതായത് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. നമുക്ക് പ്രോഗ്രാം ശ്രദ്ധിക്കാം. വൈൽ ലൂപ്പിനുള്ള ഒരു എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. ടു ഫൈൻഡ് ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ. നമ്മളൊരു നമ്പർ, അതായത് 256 ആണെങ്കിൽ നൽകുന്നതെങ്കിൽ അതിൻ്റെ സം 2 + 5 + 6, ആ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ മെയിൻ്റെ അകത്തുള്ള പാട്ട് നോക്കാണ്. ഇൻറ്റ് നം സം = 0 ഡിഗ്. നം, സം, ഡിഗ് എന്നിങ്ങനെ 3 വേരിയബിൾസ് ഉണ്ട്. സം ഇനീഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ട് 0 ആയിട്ട്. ഇതൊക്കെ ഇൻറ്റിജർ എന്ന ഡേറ്റ ടൈപ്പാണ്. സി ഔട്ട് എൻ്റർ എ നമ്പർ. നമ്മളുടെ ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. എന്നിട്ട് നം എന്നുള്ള അതിലേക്ക് ഇൻപുട്ട് ചെയ്യും. ഇതാണ് വൈൽ പാർട്ട്. വൈൽ നം > 0, ഡിജ് = നം mod 10, സം = സം പ്ലസ് ഡിജ്, നം = നം ഡിവൈഡഡ് ബൈ 10. ഇനി നമുക്കിതൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം, എന്നാലേ മനസ്സിലാവും. നം = ഞാൻ 256 ആണ് നൽകിയിരിക്കുന്നത്. ഇനി വൈൽ എന്നുള്ള പാട്ട് നോക്കും. നം > 0, അതായത് 256 > 0 കണ്ടീഷൻ ട്രൂ ആണ്. അതുകൊണ്ട് ലൂപ്പ് ബോഡീൻ്റെ അകത്തേക്ക് പോകും. ഇനി ഡിജ് = നം മോഡുലസ് 10, അതായത് 256 മോഡുലസ് 10. ഇത് ഏത് നമ്പറിനെയും മോഡ് 10 എടുക്കുമ്പോൾ അവസാനത്തെ ദശാംശം കഴിഞ്ഞിട്ടുള്ള പാട്ടായിരിക്കും ആ ഡിജിൽ സ്റ്റോർ ചെയ്യുക. അതിപ്പോൾ 256 മോഡ് 10 എന്ന് വെച്ചാൽ 256 ഡിവൈഡഡ് ബൈ 10 = 25.6. അപ്പോൾ ആ 0.6, ആ പോയിൻ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള 6 എന്നുള്ള പാട്ടായിരിക്കും ഡിജിൽ സ്റ്റോർ ചെയ്യാം. സം = നമുക്കറിയാം, സം ഇനീഷ്യലി 0 ആണ്. 0 + 6, അപ്പോൾ അതിൻ്റെ റിസൾട്ട് 6 ആയിരിക്കും. നം = 256 ഡിവൈഡഡ് ബൈ 10. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നം എന്നുള്ളത് ഇൻറ്റിജറാണ്. അതുകൊണ്ട് 256 ഡിവൈഡ് ബൈ 10 നമുക്കറിയാം 25.6 ആണ്. പക്ഷേ ഈ ഫ്രാക്ഷണൽ പാർട്ട് ഒഴിവാക്കി നമ്മിൽ സ്റ്റോർ ചെയ്യുക 25 മാത്രമായിരിക്കും. ഇപ്പോൾ നമുക്കുള്ളത് ഡിഗ് = 6 എന്നുണ്ട്, സം = 6 എന്നുണ്ട്, നം = 25. ഇനി അടുത്ത ചെക്ക് ചെയ്യും, വൈൽ നം > 0 ആണോ, അതായത് 25 > 0 ട്രൂ ആണ്, അകത്തേക്ക് വരും. ഡിഗ് = 25 mod 10, അതായത് 5 ആണ് ആൻസർ. സം = ഓൾറെഡി 6 ആയിരുന്നു, 6 + 5, ആൻസർ 11. ദെൻ നം = 25 ഡിവൈഡഡ് ബൈ 10, ദെൻ 2 മാത്രമേ സ്റ്റോർ ചെയ്യൂ, അപ്പോൾ നം = 2. ഇപ്പോൾ നമുക്കുള്ള നം 2 ആണ്. ചെക്ക് ചെയ്യും, വൈൽ 2 > 0 ശരിയാണ്, അപ്പോൾ ലൂപ്പിനകത്ത് പോകും. ഡിഗ് = 2 mod 10, വിച്ച് ഈസ് 0.2 വരുമ്പോൾ 2 എന്നുള്ളതായിരിക്കും സ്റ്റോർ ചെയ്യുക. Then sum is equal to 11 plus dig, that is 11 plus 2, then answer 13 ആണ്. നം = 2 divided by 10, then അതിൻ്റെ ഇൻറ്റിജർ പാർട്ടായ 0 സ്റ്റോർ ചെയ്യും. ഇപ്പോൾ നമുക്ക് ഫോർത്ത് എക്സിക്യൂഷൻ പോസിബിൾ ആണോ എന്ന് നോക്കാം. അതായത് വൈൽ 0 > 0, അത് ഫാൾസ് ആണ്. 0 > 0 ആണെങ്കിൽ ട്രൂ ആയേനെ, പക്ഷേ ഇവിടെ 0 > 0 ആണ്, അതുകൊണ്ട് ഫാൾസ് ആണ്. അപ്പോൾ അവിടെ എക്സിക്യൂഷൻ നിൽക്കും. ഇപ്പോൾ നമുക്കുള്ളത് എന്താണിപ്പോൾ അവസാനത്തെ സം എന്നുള്ളത് 13 ആണ്. അതായത് 256 എന്നുള്ള നമ്പറിൻ്റെ ടോട്ടൽ സം 2 + 5 + 6 എന്നുള്ളത് എന്ത് കിട്ടി, 13 കിട്ടി. നെക്സ്റ്റ് ഫോർ ലൂപ്പിൻ്റെ എക്സാമ്പിളാണ് ടു ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. അതായത് നമ്മളിപ്പോൾ n കൊടുക്കുന്നത് 10 ആണെങ്കിൽ അപ്പോൾ 1 to 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള എക്സാമ്പിൾ. ഇപ്പോൾ ഫോർ ലൂപ്പിലേക്ക് മാത്രം നോക്കാം. int I = 1, സെമിക്കോളൻ I less than or equal to n, സെമിക്കോളൻ I ++. ഇവിടെ I എന്നുള്ളതാണ് എന്താ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഐക്ക് നമ്മൾ
1 എന്നുള്ള ഇനീഷ്യൽ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതായത് ഇനീഷ്യൽ എക്സ്പ്രഷൻ I into I equal to 1, then I less than or equal to n. അത് ടെസ്റ്റ് എക്സ്പ്രഷൻ, അതായത് കണ്ടീഷനാണ്. I എന്നുള്ളത് n നമ്മൾ കൊടുക്കുന്ന നമ്പറിനേക്കാളും ചെറുതാണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് I പ്ലസ് പ്ലസ്, അത് അപ്ഡേഷൻ എക്സ്പ്രഷനാണ്. അതിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യുക. നമുക്കറിയാം I പ്ലസ് പ്ലസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് I ഈക്വൽ ടു I പ്ലസ് 1 എന്നാണ്. ഓക്കെ, ഇനി ഫോർ ലൂപ്പ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് സം ഈക്വൽ ടു സം പ്ലസ് ഐ ആണ്. സമ്മിൻ്റെ ഇനീഷ്യൽ വാല്യൂ 0 ആണ്. അപ്പോൾ സം പ്ലസ് ഐ എന്ന് വരുമ്പോൾ സം ഈസ് ഈക്വൽ ടു 0 പ്ലസ് ഐ എന്ന് വരും. അത് നമുക്കൊരു വാല്യൂ കൊടുത്ത് ചെക്ക് ചെയ്യാം ഇതിൻ്റെ എക്സിക്യൂഷൻ. ഞാൻ എന്നിന് വാല്യൂ 3 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എക്സിക്യൂഷൻ നോക്കാം. 4 ഇൻറ്റ് ഐ ഈക്വൽ ടു ഫസ്റ്റ് വാല്യൂ 1 ആണ്. അപ്പോൾ ഇൻറ്റ് ഐ ഈക്വൽ ടു 1. ദെൻ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുന്നത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരിക്കും. ഐ പ്ലസ് പ്ലസ് എന്ന് പറയാം. ഐ ഇപ്പോൾ 1 അല്ല, അപ്പോൾ 1 പ്ലസ് പ്ലസ്. ഇപ്പോൾ ശരിയാണ്, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നുള്ള കണ്ടീഷൻ ട്രൂ ആയി. ലൂപ്പിനകത്ത് വരും സം ഈക്വൽ ടു സം പ്ലസ് ഐ, അതായത് 0 പ്ലസ് 1. ഇപ്പോൾ നമുക്ക് സമ്മിൻ്റെ വാല്യൂ 1 ആയി. ഇനി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇൻക്രിമെൻ്റ് ചെയ്യും. ഈ ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്ത് ഐ പ്ലസ് പ്ലസ്, അതായത് 1 പ്ലസ് പ്ലസ് എന്നുള്ളത് 1 ഈക്വൽ ടു 1 പ്ലസ് 1 എന്ന് വെച്ചാൽ ഇതാ 2 ആയിട്ട് മാറും. ഇപ്പോൾ ഐയുടെ വാല്യൂ 2 ആണ്. നെക്സ്റ്റ് എക്സിക്യൂഷനിൽ ഇൻറ്റ് ഐ ഈക്വൽ ടു എന്തായി മാറും? 2 ആയി മാറും. ഇപ്പോൾ ഐയുടെ വാല്യൂ 2 ആണ്. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ശരിയാണ്. എന്നിട്ട് ആ കണ്ടീഷൻ ശരിയായതുകൊണ്ട് ലൂപ്പിനകത്ത് വരും സം ഈക്വൽ ടു സമ്മിൻ്റെ വാല്യൂ 1 ആയിരുന്നു, അതുകൊണ്ട് 1 പ്ലസ് 2 ഈസ് ഈക്വൽ ടു ദെൻ 3 ആയി മാറും. പിന്നെ അടുത്ത എക്സിക്യൂഷനിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 3 ആയിട്ട് മാറും. ദെൻ ഐ ഈക്വൽ ടു 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നുള്ള കണ്ടീഷൻ ശരിയാണ്, അതുകൊണ്ട് ലൂപ്പിനകത്ത് വരും സം ഈക്വൽ ടു 3 പ്ലസ് 3 ആവും. ഇപ്പോൾ വാല്യൂ 6. ഇനി അടുത്തത് നോക്കാം. 4 ഇൻറ്റ് ഐ ഈക്വൽ ടു 4 ആയി മാറും. അതായത് 3 എന്നുള്ളത് 3 പ്ലസ് 1 ഇൻക്രിമെൻറ്റ് ചെയ്ത് 4 ആവും. ദെൻ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നുള്ള കണ്ടീഷൻ ഫാൾസ് ആണ്, അതുകൊണ്ട് എക്സിക്യൂഷൻ അവിടെ നിൽക്കുകയും ആ 4 ലൂപ്പ് കഴിഞ്ഞിട്ടുള്ള സി ഔട്ട് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. നെക്സ്റ്റ് ഡു വൈൽ ലൂപ്പിനുള്ള എക്സാമ്പിളാണ്. ടു ഫൈൻഡ് ദ ആവറേജ് ഹൈറ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, അതായത് നമുക്ക് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ്സ് കൊടുക്കാം, അതിൻ്റെ ആവറേജ് കാണാനുള്ളത്. ഇവിടെ 3 വേരിയബിൾസ് ഉണ്ട്. അത് ഫ്ലോട്ടാണ്. ഹൈറ്റ്, സം, അത് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട് 0 ആയിട്ട്, ആവറേജ് ഹൈറ്റ്. പിന്നെ വരുന്നത് ഷോർട്ട് n ഈസ് ഈക്വൽ ടു 0, ഷോർട്ട് ഇൻ്റ് ആണ്. അപ്പോൾ ഇൻ്റ് n ഈക്വൽ ടു 0 ആണ്. ദെൻ ക്യാർ CH, ക്യാരക്ടർ CH എന്നുണ്ട്. ഇനി ഡു, അത് ആദ്യം പറഞ്ഞാണ് ഇറ്റ്സ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. അതായത് ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യില്ല, ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് കഴിഞ്ഞ ശേഷമായിരിക്കും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡു സി ഔട്ട് എൻ്റർ ദി ഹൈറ്റ്, നമ്മളൊരു ഹൈറ്റ് എൻ്റർ ചെയ്യണം. എന്നിട്ട് HGT എന്നുള്ള വേരിയബിളിലേക്ക് അത് സ്റ്റോർ ചെയ്യും. ദെൻ n പ്ലസ് പ്ലസ്, എന്നിൻ്റെ വാല്യൂ 0 ആയിരുന്നു, ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ 1 ആയി മാറി. ദെൻ സം ഈക്വൽ ടു സം പ്ലസ് ഹൈറ്റ്, സം അതായത് നമ്മൾ 0ലേക്ക് ഇപ്പോൾ നമ്മൾ നൽകിയിട്ടുള്ള ഹൈറ്റ് ആഡ് ചെയ്യും. എന്നിട്ട് ചോദിക്കുകയാണ് എനി മോർ സ്റ്റുഡൻറ്റ്, യെസ് ഓർ നോ, ഇനിയും സ്റ്റുഡൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. യെസ് ആണെങ്കിൽ നമ്മൾ യെസ് ആണോ നോ ആണെന്നുള്ളത് ആ ക്യാരക്ടറിലേക്ക് സേവ് ചെയ്യും. ഇനി ഡു ക്ലോസ് ചെയ്ത് ചെക്ക് ചെയ്ത് കാണാം. വൈൽ CH ഈക്വൽ ടു Y ഓർ CH ഈക്വൽ ടു Y, അതായത് ക്യാപിറ്റൽ Y അല്ലെങ്കിൽ സ്മോൾ y നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, യെസ് ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം വീണ്ടും ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് വീണ്ടും ആ ലൂപ്പിനകത്തുള്ള കാര്യങ്ങൾ ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ വീണ്ടും ചോദിക്കും എനി മോർ സ്റ്റുഡൻസ്, യെസ് ഓർ നോ. വീണ്ടും യെസ് ആണെങ്കിൽ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. നമ്മൾ നോ എന്ന് പറയുന്നത് വരെ അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ സം എന്നുള്ള ഇതിൽ നമുക്ക് ഇപ്പോൾ 5 ആളുടെയാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 ആൾ ഹൈറ്റ് സം കിട്ടും. പിന്നെ ആവറേജ് ഹൈറ്റ് കാണാൻ സം ഡിവൈഡഡ് ബൈ n ഇപ്പോൾ 5 ആണെങ്കിൽ സം ഡിവൈഡഡ് ബൈ 5, അങ്ങനെ ആവറേജ് കണ്ടുപിടിക്കും. നെക്സ്റ്റ് ടോപ്പിക് നെസ്റ്റഡ് ലൂപ്സ്, അതായത് ഒരു ലൂപ്പിനകത്ത് വേറൊരു ലൂപ്പും കൂടി നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയും. അതായത് ഒന്നിൽ കൂടുതൽ ലൂപ്സ് ഇൻവോൾവ് ചെയ്തിരിക്കും ഒരു ലൂപ്പിനകത്ത് വേറൊരു ലൂപ്പ്. ഇതിന് നമ്മൾ ടെക്സ്റ്റിൽ എക്സാമ്പിളായി കൊടുത്തിരിക്കുന്നത് നമ്മൾ ക്ലോക്കിൻ്റെ ആണ്. അതൊരു വാച്ചിൻ്റെ ഫോട്ടോ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത മിനിറ്റിലേക്ക് മാറണമെങ്കിൽ അതിൻ്റെ സെക്കൻഡ് സൂചി ഒരു കംപ്ലീറ്റ് സർക്കിള്
റൗണ്ട് ചെയ്ത് കഴിയണം, അതായത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയണം 1 to 60. ആ സെക്കൻഡ് സൂചി 1 to 60 കഴിയുമ്പോഴാണ് ആ മിനിറ്റ് സൂചി അടുത്ത നമ്പറിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ മിനിറ്റ് 5 ആണ്, അപ്പോൾ അത് മിനിറ്റ് 6 ആവണമെന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് സൂചി 1 to 60 എക്സിക്യൂട്ട് ചെയ്യണം, എന്നാലേ ആ മിനിറ്റ് 6 ആയി മാറും. അതുപോലെ തന്നെയാണ് നമ്മളുടെ നെസ്റ്റഡ് ലൂപ്പിൻ്റെയും വർക്കിംഗ്. അതായത് ഔട്ടർ ലൂപ്പ് ആദ്യം ചെക്ക് ചെയ്യും കണ്ടീഷൻ, ദെൻ ഇന്നർ ലൂപ്പിലേക്ക് ട്രൂ ആണെങ്കിൽ വരും. ദെൻ ഇന്നർ ലൂപ്പ് എന്ത് ചെയ്യും, അതിൻ്റെ ഫുള്ള് ലൂപ്പ് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അൺലെസ് അതിൻ്റെ കണ്ടീഷൻ ഫാൾസ് ആവുന്നവരെ. അതിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഔട്ടർ ലൂപ്പിലേക്ക് തിരിച്ചു പോവുക. എന്നിട്ട് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും, ശരിയാണെങ്കിൽ വീണ്ടും ഇന്നർ ലൂപ്പിലേക്ക് വരും, അതിൻ്റെ ഫുൾ എക്സിക്യൂഷൻ നടക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സിക്യൂഷൻ ടൈപ്പ് നടക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ടെക്സ്റ്റിൽ ടു ഡിസ്പ്ലേ എ ട്രയാങ്കിൾ ഓഫ് സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ട് എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്, അത് നോക്കാം. നമുക്ക് നോക്കിയാൽ അറിയാം 2 ലൂപ്സ് ഉണ്ട്. ഐ എന്നുള്ള കൺട്രോൾ ലൂപ്പ് വേരിയബിൾ വെച്ചിട്ടുള്ള ഒരു ലൂപ്പും അതിനകത്ത് ഇന്നർ ലൂപ്പായി ജെ എന്നുള്ള ലൂപ്പ് കൺട്രോൾ വേരിയബിൾ വെച്ചിട്ടുള്ള ഒരു ലൂപ്പും. ആദ്യം ഫോർ ഐ ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 പ്ലസ് ഐ. ഐയുടെ കണ്ടീഷനാണ് 1 to 5 വരെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനകത്ത് വരുമ്പോൾ സി ഔട്ട് /n, അതായത് ന്യൂ ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. ഇനി അതിനകത്ത് വരുന്നത് ഫോർ ജെ ഈക്വൽ ടു 1, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ പ്ലസ് ജെ. 1 to i വരെയാണ് ജെയുടെ എക്സിക്യൂഷൻ. സി ഔട്ട് എന്താ, സ്റ്റാർ ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇനീഷ്യലി ഐയുടെ വാല്യൂ 1 ആണ്. ദെൻ കണ്ടീഷനിൽ പോകുമ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ട്രൂ ആവും. അപ്പോൾ അതിനകത്ത് നെക്സ്റ്റ് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് സി ഔട്ട് /n ആണ്, അതായത് ന്യൂ ലൈൻ. പുതിയ ലൈനിൽ എന്ത് ചെയ്യും, ജെ ഈക്വൽ ടു 1, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ, ജെ പ്ലസ് ജെ എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യും. ജെയുടെ വാല്യൂ ഇനിഷ്യലി 1 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ, അതായത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളത് ട്രൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും ജെയുടെ വാല്യൂ കൂടും, 2 ആവും. ചെക്ക് ചെയ്യും, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ, അതായത് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ, അത് ഫാൾസ് ആണ്. അപ്പോൾ അവിടെ എക്സിക്യൂഷൻ ടെർമിനേറ്റ് ചെയ്ത് ഐയുടെ ഔട്ടർ ലൂപ്പിലേക്ക് പോകും. ദെൻ ഐയുടെ വാല്യൂ ഇപ്പോൾ ഇൻക്രിമെൻ്റ് ചെയ്ത് ഐയുടെ വാല്യൂ 2 ആയി. അപ്പോൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ട്രൂ ആണ്, അകത്തേക്ക് വരും. /n ഒരു ന്യൂ ലൈൻ വീണ്ടും പ്രിൻ്റ് ചെയ്യും. ദെൻ ജെയുടെ വാല്യൂ വീണ്ടും ജെ ഈക്വൽ ടു 1 ആവും. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ട്രൂ ആണ്, ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും, കാരണം ജെയുടെ വാല്യൂ ഇപ്പോൾ 2 ആയി. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ശരിയാണ്, അതുകൊണ്ട് വീണ്ടും ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. ഇനി ഐയുടെ വാല്യൂ വീണ്ടും ഇൻക്രിമെൻ്റ് ചെയ്ത് 3 ആവും. അങ്ങനെ ജെയുടെ വാല്യൂ 1 2 3 അങ്ങനെ ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടെന്ന് 4 ആകുമ്പോൾ കണ്ടീഷൻ ഫാൾസ് ആവുകയും വീണ്ടും ഔട്ടർ ലൂപ്പിലേക്ക് പോകും. ഐ ഈക്വൽ ടു 4 ആവും. അങ്ങനെ 4 സ്റ്റാർ ജെയിൽ പ്രിൻ്റ് ചെയ്യും. വീണ്ടും ഔട്ടർ ലൂപ്പിൽ പോയി 5 ആയി. എന്നിട്ട് 5 സ്റ്റാർ ജെയിൽ പ്രിൻ്റ് ചെയ്യും. അങ്ങനെ ഒരു പിരമിഡ് പോലെ പ്രിൻ്റ് ചെയ്യുകയും ദെൻ ഐയുടെ വാല്യൂ 6 ആകുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആവും. അതുവരെ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് ടോപ്പിക്ക് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതായത് പ്രോഗ്രാമിലെ കൺട്രോള് ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അത് മെയിൻലി ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ ഇങ്ങനെ 3 എണ്ണമാണ്. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് ആ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും നമ്മളൊരു ലേബൽ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ ലേബലിലേക്ക് പ്രോഗ്രാമിൻ്റെ കൺട്രോള് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അതിന് ഗോ ടു യൂസ് ചെയ്യാം. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ലൂപ്സിൻ്റെ അകത്താണ്. ഫോർ വൈൽ, ഡു വൈൽ, പിന്നെ നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിലും യൂസ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് നമ്മളുടെ ആ പ്രോഗ്രാമിൻ്റെ കൺട്രോള് ആ ലൂപ്പിൻ്റെ ഔട്ട്സൈഡിലേക്ക് കൊണ്ടുപോകാനാണ്. അതായത് ബ്രേക്കെന്ന് പ്രോഗ്രാം എൻകൗണ്ടർ ചെയ്യുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയും അതിൻ്റെ കൺട്രോള് ഔട്ട് ഓഫ് ദ ലൂപ്പിലേക്ക് മാറുകയും ചെയ്യും. കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ആ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റിന് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, ആ ലൂപ്പിൽ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് സ്കിപ്പ് ചെയ്യുകയും ആ ബോഡി സ്കിപ്പ് ചെയ്ത് ആ ലൂപ്പ് ബോഡിയിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് പോകാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ട്യൂട്ടോറിയൽ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക, ഞാൻ റിപ്ലൈ ചെയ്യാൻ എന്തായാലും ട്രൈ ചെയ്യുന്നതാണ്.
Thank you for watching Unlimited Codes. Thank you for watching Unlimited Codes. For more videos, please don't forget to subscribe, like and share.